ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തപ്പം ലോവർ ബോഡിയാണ് ചെയ്തത്. പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. വെൽക്കം ടു ഡേ 21 ഓഫ് 100 ഡേയ്സ് ചലഞ്ച്. നമ്മുടെ ലോവർ ബോഡി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റുകൾ ആഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ ക്വാളിറ്റി, അതുപോലെ എൻഡ്യൂറൻസ് ആൻഡ് അതിൻ്റെ ഫങ്ഷണൽ സ്ട്രെങ്തിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഗാണ് നമ്മുടെ ബോഡി വെയിറ്റ് ഒരു ദിവസം മുഴുവൻ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് വെയിറ്റ് ഇട്ട് ഒരു ഹയർ റെപ്പ് അടിക്കുക, നമ്പർ ഓഫ് റെപ്സ് കൂട്ടി ചെയ്യുക. അത് നമ്മുടെ മസിലിൻ്റെ എൻഡ്യൂറൻസും കണ്ടീഷനിങ്ങും ഒക്കെ ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് സ്ട്രെങ്ത്. എന്തുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ ബോഡിയുടെ ബാലൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റെബിലിറ്റി, പോസ്റ്റർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഈ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് ബിൽഡ്, അതായത് ലോവർ ബോഡിയുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നതിലൂടെ ഹെൽപ്ഫുൾ ആവും. ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയൊക്കെ ഇപ്പോൾ കൂടി വരുന്നത് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ബോഡിക്ക് സ്ട്രെങ്ത് ഇല്ലാതാകുന്ന, അത് നമ്മുടെ പല പാർട്സ് ഉണ്ട് നമ്മുടെ ലോവർ ബോഡി. ഇതെല്ലാം കണ്ടീഷൻ ചെയ്ത് നമ്മൾ എടുക്കാമെങ്കിൽ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും.